BMC. ഇത് ഞാൻ ജയ്ബിൻ. മനസ്സല്ല മോനെ, ഇത് മനസ്സാണ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കൃഷ്ണതേജ സാറിനെ കുറിച്ചാണ്. ഹായ്, സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇതിപ്പോൾ 8-ാം തീയതിയാണ്, 8-ാം തീയതി ബുധനാഴ്ചയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന രാത്രിയാണ്. ഇന്ന് രാവിലെ ഒരു 10 മണി 10:10 ആയപ്പോഴത്തേക്കും ഞാൻ റേഡിയോ BMCയിലുള്ള കാര്യം എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം. കാരണം ഞാൻ അവിടുത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അവിടുത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല, യൂട്യൂബിൽ കണ്ടിട്ടുള്ളവർക്കറിയാം. ഫേസ്ബുക്കിൽ ഞാൻ വീഡിയോ ഇടുന്നതിന് മുമ്പാണ് ഞാൻ അവിടുത്തെ ഒരു RJ കണ്ടൊരു കാര്യം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് പിന്നെ എൻ്റെ ഫസ്റ്റ് ഷോ മോർണിംഗ് BMC എന്നാണ് ഷോയുടെ പേര്. അത് എയറായി. അപ്പോൾ ഞാനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് എൻ്റെ ഈ വീഡിയോ കഴിയുമ്പോൾ പ്ലേ ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു സന്തോഷം നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുകയാണ്. സത്യമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് കൂടെ എത്തിക്കുകയാണ്. ഓഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എനിക്കിത് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റിയില്ല. സ്റ്റാർട്ടിങ് പറഞ്ഞ് കേൾക്കാൻ പറ്റില്ല. ഇപ്പോൾ റേഡിയോ BMCക്ക് അടിച്ചു കൊടുത്താൽ ഈ സാധനം കിട്ടും. പക്ഷേ അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് കേൾക്കാൻ പറ്റുക എന്നുള്ളത് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ഇച്ചിരി ലേറ്റായി പോയി. അപ്പോൾ അതുകൊണ്ട് പകുതി തൊട്ടേ ഉള്ളൂ കേട്ടോ. എന്തായാലും എല്ലാവരും കേട്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് ഓഡിയോയിലേക്ക്. അത് ഓഡിയോ അല്ല, സ്ക്രീൻ റെക്കോർഡഡ് വീഡിയോ ആണ്. അതിലേക്ക് പോകാം. വിജയിച്ചു വന്നത് അതെ, ഇദ്ദേഹം 3 തവണ പരീക്ഷയ്ക്ക് ഫെയിലായി. 4ാം തവണയാണ് അദ്ദേഹം പരീക്ഷയിൽ ജയിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു പാട്ടിന് ശേഷം അറിയാം. Stay tuned. കരളുകളെ തൊട്ടുണർത്തുന്ന കലാലയത്തിൻ നാദം, ഉയരും 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 വാനിൻ അതിരോളം, അറിവിനിടയിൽ അല്പം ഉല്ലാസം. മോർണിംഗ് BMC. ഇത് ഞാൻ ജയ്ബിൻ. മനസ്സല്ല മോനെ, ഇത് മനസ്സാണ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കൃഷ്ണതേജ സാറിനെ കുറിച്ചാണ്. അദ്ദേഹം 3 തവണ എക്സാം എഴുതി. പക്ഷേ തുടർച്ചയായിട്ട് അദ്ദേഹം ഫെയിലായി. അദ്ദേഹം ആദ്യം എക്സാം എഴുതിയ സമയത്ത് ഒരു ജോലി എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ച് ഞാൻ ജോലി എടുത്ത് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ജോലിയിൽ നിന്ന് മാറി വീണ്ടും 1 വർഷം നന്നായി പഠിച്ച് എഴുതി. തോറ്റുപോയി. വീണ്ടും 1 തവണയും കൂടെ അദ്ദേഹം ഇതേപോലെ തന്നെ ഒരുപാട് പഠിച്ച് കോച്ചിങ്ങിനൊക്കെ പോയിട്ടൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ അപ്പോഴും തോറ്റു. പിന്നെ 4ാം തവണ അദ്ദേഹത്തിൻ്റെ 3 മിസ്റ്റേക്സ് അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം എക്സാമിന് ട്രൈ ചെയ്തു. അപ്പോൾ അദ്ദേഹം വിജയിച്ചു. എന്താണ് ആ 3 മിസ്റ്റേക്സ് അറിയാം അടുത്ത ഒരു പാട്ടിന് ശേഷം. ഹലോ, ഞാനാണേ, ജയ്ബിനാണേ. അപ്പോൾ എന്താണെന്നറിയോ 3 മിസ്റ്റേക്സ്? 1, അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിരുന്നു. 2, അദ്ദേഹത്തിൻ്റെ സ്പീക്കിംഗ് സ്റ്റൈൽ മോശമായിരുന്നു. 3 കാര്യങ്ങൾ കൺവേ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വിശദീകരിച്ച് പറയാൻ അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. ഈ 3 മിസ്റ്റേക്സും അദ്ദേഹം കണ്ടുപിടിച്ച് ആ മിസ്റ്റേക്സിനെയൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈസി ആയിട്ട് പുള്ളിക്കാരൻ പരീക്ഷയിൽ ജയിച്ചു. ഇന്നിപ്പോൾ കളക്ടറാണ്. പരീക്ഷ എന്ന് പറഞ്ഞാൽ IAS ആണ് കേട്ടോ. നമ്മളും പരീക്ഷകളിൽ തോക്കാറുണ്ടല്ലേ, സപ്ലി വരാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ തോൽവിയെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമുക്ക് എവിടെ മിസ്റ്റേക്ക് പറ്റിയെന്ന് കണ്ടുപിടിച്ചിട്ട് ആ മിസ്റ്റേക്സിനെ മറികടന്ന് മുമ്പോട്ട് വന്ന് നമ്മൾ ശ്രമിക്കണം. അതാണ് വേണ്ടത്. അപ്പം നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.